കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കോഴിക്കോട് തെരഞ്ഞെടുപ്പിൽ KPCC ജനറൽ സെക്രട്ടറി PM നിയാസിൻ്റെ പരാജയം വലിയ തോതിൽ ചർച്ചാ വിഷയമാകുകയാണ്. കാരണം UDFന് കേരളത്തിൽ ഒരു നേട്ടമുണ്ടാകുന്ന ഘട്ടത്തിലാണ് KPCCയുടെ ജനറൽ സെക്രട്ടറി, അതും മേയർ സ്ഥാനാർത്ഥിയായി കോർപ്പറേഷനിൽ മത്സരിച്ച നിയാസ് പരാജയപ്പെടുന്നത്. ഈ പരാജയത്തെ അന്വേഷിക്കുവാൻ നിയോഗിച്ച 2 അംഗ കമ്മീഷൻ റിപ്പോർട്ട് ഈ മാസം 26-ാം തീയതി സമർപ്പിക്കാനിരിക്കെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം തന്നെയാണ് നിയാസിനെ പരാജയപ്പെടുത്തിയത് എന്നതിൻ്റെ ചില തെളിവുകൾ ഈ കമ്മീഷന് മുമ്പാകെ എത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശ്യാമപ്രസാദാണ് ചേരുന്നത്. ശ്യാം, ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഒരു മേൽക്കൈ ലഭിച്ച തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. പക്ഷേ ഈ KPCC ജനറൽ സെക്രട്ടറിയുടെ കോഴിക്കോട്ടെ പരാജയം അത് വലിയ തലവേദനയായി പാർട്ടിക്ക് മാറുമോ? ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതൊരു പൊട്ടിത്തെറിയിലേക്ക് കടക്കാനാണോ സാധ്യത? കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച KPCC ജനറൽ സെക്രട്ടറി PM നിയാസിൻ്റെ തോൽവി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് വലിയ നാണക്കേടായി മാറിയ സംഭവമായിരുന്നു. ഇപ്പോൾ നിയാസിൻ്റെ തോൽവിയിൽ പ്രാദേശിക നേതൃത്വത്തിൻ്റെ പങ്ക് വ്യക്തമാകുന്ന കൂടുതൽ തെളിവുകൾ അന്വേഷണ റിപ്പോർട്ടിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന 2 അംഗ കമ്മീഷൻ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഈ മാസം 26-നാണ് റിപ്പോർട്ട് കൈമാറാനിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ കമ്മീഷന് മുമ്പാകെ നിയാസ് എങ്ങനെ പരാജയപ്പെട്ടു എന്നതിൻ്റെ ചില രേഖകൾ വരുന്ന ഘട്ടത്തിൽ അത് വളരെ ബോധപൂർവമായി ഉണ്ടായിട്ടുള്ള പരാജയമാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് ഈ പരാജയം ഉണ്ടായത് എന്ന ചില തെളിവുകൾ കൂടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ അത് വലിയ ക്ഷീണം കോൺഗ്രസ് നേതൃത്വത്തിനകത്തുണ്ടാകും, പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സംസ്ഥാനത്തൊട്ടാകെ UDFനൊരു ആഹ്ലാദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വിജയം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഈ KPCC ജനറൽ സെക്രട്ടറി, അതും മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തി തന്നെ പരാജയപ്പെട്ടത്. ശ്യാം ചേരുകയാണ്. ശ്യാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ 26-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമോ? ഗൗതം, തീർച്ചയായും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ആകെ നാണക്കേടുണ്ടായ ഒരു സംഭവമാണ് പ്രധാനമായും UDFന്റെ കോർപ്പറേഷനിലേക്ക് മേയർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച PM നിയാസിന്റെ തോൽവി. പ്രധാനമായും നിയാസിനെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയായിരുന്നു കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി UDF കോഴിക്കോട് അവതരിപ്പിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ പ്രധാനമായും ഇത്തരത്തിലേക്ക് ഈ ഒരു മത്സര രംഗത്തേക്ക് വരുമ്പോൾ ചില പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകളെല്ലാം തന്നെ നിയാസിനുണ്ടായിരുന്നു. ഒപ്പം തന്നെ മുതിർന്ന നേതാവിൻ്റെ അടക്കം ഇത്തരത്തിലുള്ള ചരടുവലികളെല്ലാം തന്നെ നിയാസിന്റെ പരാജയത്തിന് പിന്നിലാണെന്നുള്ള ചില തെളിവുകൾ കൂടി ഇപ്പോൾ ഈ ഒരു തോൽവി അന്വേഷിക്കുന്ന 2 അംഗ സമിതിക്ക് മുമ്പാകെ ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും KPCC നിർവാഹക സമിതി അംഗം നാണു മാസ്റ്ററൊപ്പം DCC അംഗം കൂടിയായ TK രാജേന്ദ്രൻ എന്നിവരാണ് സമിതിക്ക് മുമ്പാകെയാണ് ചില പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ ഇത് സംബന്ധിച്ചുള്ള തെളിവുകളും വിവരങ്ങളും എല്ലാം തന്നെ കൈമാറിയത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മുതിർന്ന അംഗമായ മുൻ DCC അധ്യക്ഷൻ കൂടിയായ KC അബുവിനും മകൾക്കുമെതിരെ കൂടുതൽ നടപടികളിലേക്ക് ചിലപ്പോൾ പ്രാദേശികമായും ജില്ലാ നേതൃത്വം കടന്നേക്കുകയും ചെയ്യും. ജില്ലാ നേതൃത്വം അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ നൽകുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം DCC അധ്യക്ഷൻ പ്രവീൺകുമാർ അടക്കം ഈ കാര്യങ്ങളിൽ ചില സൂചനകളെല്ലാം തന്നെ നൽകിയിരുന്നു. അതായത് പ്രധാനമായും ഈ കാര്യത്തിൽ നിയാസിന്റെ തോൽവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ചില സൂചനകൾ ലഭിച്ചിരുന്നു എന്ന കാര്യം തന്നെയായിരുന്നു പ്രധാനമായും DCC അധ്യക്ഷന്റെ മൊഴികൾ അടക്കമുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഈ 2 അംഗ സമിതിയുടെ റിപ്പോർട്ടുകളിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കും. എന്തായാലും 26-നാണ് ഈ 2 അംഗ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുക. ജില്ലാ നേതൃത്വം തന്നെ ആദ്യഘട്ടത്തിൽ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു പ്രധാനമായും ഇതിൽ ആരായാലും മുതിർന്ന നേതാക്കൾ പോലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കും, അത് മുഖം നോക്കാതെയുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക എന്നായിരുന്നു നിലപാടെടുത്തിരുന്നത്. അങ്ങനെയെങ്കിൽ ആ നിലപാടിലേക്ക് ഈ DCC അധ്യക്ഷനും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനും എത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കനത്ത നടപടികളിലേക്കായിരിക്കും മുതിർന്ന നേതാവായാൽ പോലും ഈ റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടാക്കുക. ഗൗതം, ഓക്കെ, PM നിയാസിൻ്റെ പരാജയം കോൺഗ്രസിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. കോൺഗ്രസിൻ്റെ ചില പ്രശ്നങ്ങൾ, പാർട്ടിക്കകത്തെ ഉൾപാർട്ടി വിഷയങ്ങൾ തന്നെയാണ് KPCC ജനറൽ സെക്രട്ടറിയുടെ പരാജയ കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 26-ാം തീയതി ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ട് സ്വാഭാവികമായും വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന ഒന്നാകും, കാര്യത്തിൽ സംശയമില്ല. ശ്യാമാണ് കോഴിക്കോട് നിന്ന് ചേർന്ന്